എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ +2 ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ റെഗുലർ, അതായത് റെഗുലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഈ വർഷത്തെ +1 +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ മാർച്ച് 3-ാം തീയതി മുതലാണ് ഈ ഒരു +1 അതായത് +2 പരീക്ഷ ആരംഭിക്കുന്നത്. +1 പരീക്ഷ മാർച്ച് 6-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം, അതായത് കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ അതിന് മുൻ വർഷങ്ങളിലൊക്കെ ആയിട്ട് +2 അല്ലെങ്കിൽ +1-ലെ ഏതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ പരാജയപ്പെടുകയും അതിനുശേഷം ഈ ഒരു ജയിക്കാൻ വേണ്ടി വീണ്ടും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ എപ്പോഴാണ് പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ നടക്കുന്നത് ഈ ഒരു മാർച്ച് മാസത്തിൽ, അതായത് റെഗുലർ വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണ്. റെഗുലർ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ആദ്യമായിട്ട് +1 അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടൊപ്പമാണ് നിങ്ങളുടെ പരീക്ഷ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് വർഷത്തെ പരീക്ഷയാണ് ഈ ഒരു എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വർഷത്തെ പരീക്ഷ പോയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതേണ്ടതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥിയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റെഗുലർ വിദ്യാർത്ഥികളോടൊപ്പം തന്നെയായിരിക്കും പരീക്ഷ ഉണ്ടാവുക. നിങ്ങളിപ്പോൾ +1-ലോ അല്ലെങ്കിൽ +2-ലെ മാത്രം സബ്ജക്റ്റാണ് കമ്പാർട്ട്മെൻറ്റലായിട്ട്, അതായത് +2 അല്ലെങ്കിൽ +1 ജയിക്കാനായിട്ട് എഴുതി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടി ആ ഒരു വിദ്യാർത്ഥികളുടെ +1-ലെ ആ ഒരു സബ്ജക്റ്റ് കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥിയാണ്, എങ്കിൽ നിങ്ങളിപ്പോൾ +1-ലെ മാത്സ് പരീക്ഷയാണ് രജിസ്ട്രേഷൻ ചെയ്തതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു +1 മാത്സ് പരീക്ഷയ്ക്കും രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതുപോലെ തന്നെ +2-ലെ മാത്സ് പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ ഏത് പരീക്ഷയാണ് എഴുതുന്നത്, അതായത് ഇപ്പോൾ +1-ലെ മാത്രമാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു +1-ൻ്റെ ടൈം ടേബിളിൽ എപ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷയുള്ളത് ആ ഒരു ദിവസം പോയിട്ട് നിങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ +1 പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ ഈ ഒരു +1-ൻ്റെ ടൈം ടേബിൾ നോക്കി എപ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷ ആ ഒരു സബ്ജക്റ്റിൻ്റേതുള്ളത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു ഏത് ദിവസമാണ് ആ ഒരു ടൈമിൽ പോയിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ, അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു +2 പരീക്ഷ മാത്രമാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു +2 സബ്ജക്റ്റിൻ്റേത് മാത്രമാണ് എങ്കിൽ ആ ഒരു പരീക്ഷ എപ്പോഴാണ് +2-ൻ്റെ ടൈം ടേബിൾ ഉള്ളത് ആ ഒരു ദിവസം പോയിട്ട് പരീക്ഷ എഴുതാനായിട്ട് പോവുക. അതേസമയം നിങ്ങളിപ്പോൾ +1-ലെയും +2-ലെയും പരീക്ഷ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഒരു സബ്ജക്റ്റ് +2-ൽ 2 സബ്ജക്റ്റ് +1-ലെ സബ്ജക്റ്റുകൾ എഴുതുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് +1-ലെ ആ ഒരു എക്സാമിൻ്റെ ടൈം ടേബിൾ നോക്കുക, എപ്പോഴാണ് ആ ഒരു എക്സാം അത് നോക്കുക. അതിനുശേഷം +2-ലെ പരീക്ഷ എപ്പോഴാണ് നടക്കുന്നത് ആ ഒരു ടൈം ടേബിൾ കൂടി നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ വർഷങ്ങളിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എഴുതേണ്ടത് അതനുസരിച്ച് ടൈം ടേബിൾ നോക്കിയിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കമ്പാർട്ട്മെൻറ്റലായാലും അല്ലെങ്കിൽ റെഗുലർ വിദ്യാർത്ഥികൾ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് രജിസ്ട്രേഷനോ സ്കോൾ കേരള വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിലും നിങ്ങൾക്ക് സെയിം ദിവസം തന്നെയാണ് പരീക്ഷ ഉണ്ടാവുക. അതായത് +1-ലെ സബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഒരു +1 ടൈം ടേബിൾ പ്രകാരവും +2-ലെ സബ്ജക്റ്റിൻ്റെ പരീക്ഷ ആണെങ്കിൽ +2-ലെ ടൈം ടേബിൾ പ്രകാരവുമായിരിക്കും നടക്കുക. അപ്പോൾ നിങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് എക്സാം അത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിനായിട്ട് നടത്തുന്നില്ല. ഈ ഒരു സെയിം ഡേയ്സിൽ തന്നെ, അതായത് റെഗുലർ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്തുന്ന ആ ഒരു സെയിം ഡേയിൽ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു പരീക്ഷ കൂടി നടത്തുന്നത്. അതുപോലെ നിങ്ങളുടെ പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് ഏകദേശം ഫെബ്രുവരി പകുതിയോടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഫെബ്രുവരി പകുതിയാവുന്ന സമയത്ത് തന്നെ നിങ്ങൾ സ്കൂളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു എക്സാം ആരംഭിക്കുന്നതിന് ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ സാധാരണ എല്ലാവിധ സ്കൂളിൽ നിന്നും ഈ ഒരു ഹാൾ ടിക്കറ്റ് നൽകി കഴിയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് സ്കൂളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളെ വിളിക്കും, ചില സ്കൂളിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഒരു ഹാൾ അല്ലെങ്കിൽ വിളിച്ചിട്ട് ആ ഒരു ഹാൾ ടിക്കറ്റ് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾക്ക്, റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഓൾറെഡി ഹാൾ ടിക്കറ്റൊക്കെ നൽകിയിട്ടുണ്ട്. കാരണം അവരുടെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ നടന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിന് ഹാൾ ടിക്കറ്റ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അവരുടെ ഹാൾ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ടേബിൾ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏത് ദിവസമാണ് എക്സാം ഉള്ളത് ആ ഒരു എക്സാം കൃത്യമായിട്ട് പഠിക്കുക, അതായത് എക്സാമിന് കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആദ്യം ടൈം ടേബിൾ നോക്കാം, അതിനുശേഷം ജയിക്കാനുള്ള മാർക്ക് എത്രയാണ് എന്നുള്ളത് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻസ് ഒക്കെ നടത്തുന്നത്, അതായത് ഈ ഒരു ഉച്ചയ്ക്ക് ആണ്, അതായത് സബ്ജക്റ്റ് വിത്തൗട്ട് പ്രാക്ടിക്കൽ, അതായത് ഈ ഒരു പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ 1:30 മുതൽ 4:15 വരെയാണ് ഈ ഒരു ടൈം ഉള്ളത്. അതുപോലെ തന്നെ സബ്ജക്റ്റ് വിത്ത് ഈ ഒരു പ്രാക്ടിക്കൽ എക്സെപ്റ്റ് ബയോളജി ആൻഡ് മ്യൂസിക് ആണെങ്കിൽ 1:30 മുതൽ 3:45 വരെയാണ്. അതുപോലെ തന്നെ ബയോളജി ആണെങ്കിൽ 2 മണി മുതൽ 4:25 വരെയാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സുവോളജിക്കും ബോട്ടണിക്കും കൂടി 10 മിനിറ്റ് വീതം ഈ ഒരു, അതായത് 15 മിനിറ്റ് ബോട്ടണിക്കും സുവോളജിക്ക് 10 മിനിറ്റുമാണ് ഈ ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കുക. അതായത് 25 മിനിറ്റ് ആയിരിക്കും കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കുക.
അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് +2 അല്ലെങ്കിൽ +1 ആണ് എഴുതാൻ പറ്റുക. കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത സബ്ജക്റ്റ് നിർബന്ധമായിട്ടും പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്ത പരീക്ഷ നിർബന്ധമായിട്ടും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ടേബിൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ ടൈം ടേബിളാണ് നോക്കുന്നത്. ഈ ഒരു ടൈം ടേബിൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ dhsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ, അതായത് കേരള എഡ്യൂക്കേഷൻ വിഭാഗത്തിൻ്റെ അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, ഡയറക്ടറേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ടൈം ടേബിൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ അത് വെബ്സൈറ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് എക്സാമിനേഷൻ എന്നുള്ള സെഷനിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടൈം ടേബിൾ പരിശോധിക്കാം. അപ്പോൾ ടൈം ടേബിൾ ആദ്യം +2-ൻ്റേതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ +2-ൻ്റെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരംഭിക്കുന്നത് മാർച്ച് 3-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ് പരീക്ഷ ആരംഭിക്കുക. അതുപോലെ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷാണ് ആദ്യത്തെ ദിവസമുള്ള പരീക്ഷ. അതുപോലെ തന്നെ പിന്നീട് ബുധനാഴ്ചയാണ് പരീക്ഷയുള്ളത്, അതായത് 5-ാം തീയതി, മാർച്ച് 5-നാണ് ബുധനാഴ്ചയാണുള്ളത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ്, എല്ലാ പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷമാണുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയും, അതുപോലെ തന്നെ പിന്നീട് മാർച്ച് 7-ാം തീയതി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. അതുപോലെ തന്നെ 10-ാം തീയതിയാണ് പിന്നീടുള്ള പരീക്ഷ. അപ്പോൾ മാർച്ച് 10-ന് തിങ്കളാഴ്ച കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ തന്നെ പിന്നീട് 17-ാം തീയതിയാണ് പരീക്ഷയുള്ളത്. 10-ാം തീയതിക്ക് ശേഷം പിന്നീട് 17-ാം തീയതി തിങ്കളാഴ്ചയാണ് പരീക്ഷയുള്ളത്. അന്നത്തെ ദിവസം ഏകദേശം മാത്തമാറ്റിക്സും അതുപോലെ തന്നെ പാർട്ട് 3 ലാംഗ്വേജസ്, സംസ്കൃത ശാസ്ത്രം, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ തന്നെ പിന്നീട് 19-ാം തീയതിയാണ് പരീക്ഷയുള്ളത്. 19-ാം തീയതി ബുധനാഴ്ചയാണ് പാർട്ട് 2, അതായത് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, അതുപോലെ തന്നെ ഹിന്ദി ഇതുപോലുള്ള എക്സാമാണ് പാർട്ട് 2-ൽ വരുന്നത്. അതുപോലെ തന്നെ ചില സ്കൂളുകളിൽ ജർമ്മൻ പോലുള്ള ഭാഷകളൊക്കെ, ജർമ്മൻ പോലുള്ള ഭാഷകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു എക്സാം എഴുതുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആ ഒരു സബ്ജക്റ്റ് കൂടി ആ ഒരു ദിവസം പരീക്ഷയുണ്ട്. അതുപോലെ തന്നെ പിന്നീട് 21-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 21-ാം തീയതി വെള്ളിയാഴ്ച എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ്. അതുപോലെ തന്നെ 24-ാം തീയതി തിങ്കളാഴ്ച ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയും. 26-ാം തീയതി, അതായത് 26-ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ചയുള്ള പരീക്ഷ ഹോം സയൻസ്, ഗാന്ധി സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയുമാണ് അന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള പരീക്ഷ ആയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് +1-ൻ്റെ പരീക്ഷയാണ്. ഈ ഒരു +1-ൻ്റെ ടൈം ടേബിളാണ്. ഈ ഒരു +1 സേയും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ റെഗുലർ വിഭാഗം ഫസ്റ്റ് ഇയർ, അതായത് വിദ്യാർത്ഥികളുടെ പരീക്ഷയും ഒക്കെ ഒരുമിച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈം ടേബിൾ കൂടി നമുക്ക് നോക്കാം. +1-ൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഈ ഒരു മാർച്ച് 6-ാം തീയതി മുതലാണ് ഈ ഒരു എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. അതായത് വ്യാഴാഴ്ചയാണ് ഈ ഒരു എക്സാമിനേഷൻ, വ്യാഴാഴ്ച ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് ഈ ഒരു വ്യാഴാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ പാർട്ട് 2 ലാംഗ്വേജസ്, അതായത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ഈ ഒരു 6-ാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ. അതിനുശേഷം പിന്നീട് ചൊവ്വാഴ്ചയാണ് എക്സാമിനേഷൻ നടക്കുന്നത്, അതായത് 11-ാം തീയതിയാണ്. അപ്പോൾ 11-ാം തീയതിക്കുള്ള എക്സാമിനേഷൻ ഹോം സയൻസ്, ഗാന്ധി സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അതിനുശേഷം പിന്നീട് 15-ാം തീയതി ശനിയാഴ്ചയാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ അന്ന് കെമിസ്ട്രിയും അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയും. അതിനുശേഷം പിന്നീട് 18-ാം തീയതിയാണ് പിന്നീടുള്ള എക്സാമിനേഷൻ, ചൊവ്വാഴ്ചയാണ് എക്സാമിനേഷൻ ഉള്ളത്. ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയാണ്. പിന്നീട് 20-ാം തീയതിയാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. 20-ാം തീയതി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയും. അതുപോലെ തന്നെ പിന്നീട് 22-ാം തീയതിയുള്ള എക്സാമിനേഷൻ, അതായത് ശനിയാഴ്ചയാണ് എക്സാമിനേഷൻ, ഫിസിക്സ്, അതുപോലെ തന്നെ സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ്. അതുപോലെ തന്നെ 25-ാം തീയതി ചൊവ്വാഴ്ചയുള്ള അടുത്ത എക്സാമിനേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ തന്നെ സംസ്കൃത ശാസ്ത്രം, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. പിന്നീട് 27-ാം തീയതി, അതായത് വ്യാഴാഴ്ച നടക്കുന്ന എക്സാമിനേഷൻ എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ്. അതുപോലെ തന്നെ പിന്നീട് 29-ാം തീയതി ശനിയാഴ്ചയാണ് നടക്കുന്നത് ഈ ഒരു പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ് ശനിയാഴ്ച ഉള്ളത്, അതായത് 29-ാം തീയതി ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 മുതൽ 4:15 വരെയാണ് 80 മാർക്കുള്ള, അതായത് പ്രാക്ടിക്കൽ ഇല്ലാതെ സബ്ജക്റ്റിൻ്റെ പരീക്ഷ നടത്തുന്നത്.
അതുപോലെ തന്നെ ബയോളജിയുടെ പരീക്ഷ ഒഴികെ ഉള്ള ബാക്കി സബ്ജക്റ്റുകൾ 1:30 മുതൽ 3:45 വരെയും ബയോളജി സബ്ജക്റ്റിൻ്റെ പരീക്ഷ ഈ ഒരു 1:30 മുതൽ 3:55 വരെയുമാണ് നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് അതനുസരിച്ച് വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ നേടേണ്ട മാർക്ക് 24 മാർക്കാണ്. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾ നേടേണ്ടത് അതായത് 18 മാർക്കാണ് വാങ്ങിക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അതായത് നിങ്ങളിപ്പോൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥിയാണ്, അതായത് +2 തോറ്റ ശേഷം പിന്നീട് ജയിക്കാൻ വേണ്ടി വീണ്ടും പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു 24ൻ്റെ ഇരട്ടി 48, 80 മാർക്കിൻ്റെ വിഷയത്തിൽ ഒരു 48 മാർക്ക് മിനിമം നിങ്ങൾ നേടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു 60 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നിങ്ങൾ ഏകദേശം 36 മാർക്കെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കൂടുതൽ വാങ്ങിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ജയിക്കാനുള്ള സാധ്യത കൂടും. അതുപോലെ തന്നെ +1 വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും +1ൽ ചിലപ്പോൾ ജയിച്ചു കഴിഞ്ഞാലും +2ന് തോൽക്കുന്ന സാഹചര്യം പഠിക്കാതെ കാരണം കൊണ്ട് തോൽക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ +1ൽ ഫെയിൽഡ് ആയിട്ടുണ്ടാകും. എന്നാൽ +2ൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കൂടി +2ൽ നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാസ്സല്ല, അതായത് ഈ ഒരു 24, 18 മാർക്ക് വാങ്ങിച്ച് ജസ്റ്റ് ഒരു പാസ് നേടുക എന്നുള്ളതിൽ ഉപരി നിങ്ങൾ നേടേണ്ടത് അതായത് 48, 36 അല്ലെങ്കിൽ 48ൽ കൂടുതൽ അല്ലെങ്കിൽ 36ൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ചില സമയത്ത് മാർക്കിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പിന്നീട് ഫെയിൽഡ് ആവാനൊക്കെയുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മിനിമം ഒരു 48ഉം അതുപോലെ തന്നെ 36, 60ൽ 36 മാർക്കും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് പാസ്സാകുന്നതിനായിട്ട് ഈ ഒരു 24, 18 നേടിയാൽ മതി എങ്കിൽ കൂടി ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊരു C ഗ്രേഡ് മാത്രം കിട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ D+ ഗ്രേഡ് മാത്രം കിട്ടുന്ന രീതിയിലുള്ള ഒരു മാർക്ക് മാത്രമായിരിക്കും. ഈ ഒരു രീതിയിൽ മിനിമം മാർക്ക് വാങ്ങിച്ചാൽ തന്നെ അതായത് ഈ ഒരു C ഗ്രേഡിലേക്കാണ് വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു C ഗ്രേഡ് നേടുക എന്നുള്ളതിലുപരി കൂടുതൽ ഗ്രേഡ് അതായത് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഭാവിയിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. പിന്നീട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് അതായത് പല വിദ്യാർത്ഥികളും ഇപ്പോൾ ചോദിക്കാറുണ്ട് ഈ ഒരു +2ൻ്റെ സബ്ജക്റ്റിൻ്റെ അതായത് +2 പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സുകളൊക്കെ പിന്നീട് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഈ ഒരു +2ൻ്റെ ആ ഒരു പരീക്ഷ വീണ്ടും മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. കാരണം പിന്നീട് എന്തെങ്കിലും കോഴ്സ് പിന്നീട് വീണ്ടും പഠിക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് മാർക്ക് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു കോഴ്സ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതയായിട്ടുള്ള മാർക്ക് ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കോഴ്സ് പിന്നീട് ആ ഒരു മാർക്ക് നേടുന്നതിനായിട്ട് വീണ്ടും എഴുതാൻ പറ്റുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാസ് നേടിയിട്ട് നിങ്ങൾ ജയിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ മാർക്ക് കൂട്ടുന്നതിനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ +1ൽ മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. +2ൽ ആകെ ഒരു വിഷയം മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ആകെയുള്ള സൗകര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ പിന്നീട് നിങ്ങൾ ആ ഒരു സമയത്ത് പഠിച്ചിട്ടില്ല എന്ന് കരുതി പിന്നീട് വിഷമിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചത് കൊണ്ടോ ഒരു കാര്യമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് ഈ ഒരു പരീക്ഷ എഴുതി മിനിമം ഒരു 48 അല്ലെങ്കിൽ 36 മാർക്ക് 60ൽ 36, 80ൽ 48 മാർക്ക് വാങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു അവസരം പരമാവധി നിങ്ങൾ പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ട് ഈ ഒരു ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും പരീക്ഷയ്ക്ക് ഏകദേശം കുറച്ച് ടൈമും കൂടി അതായത് ഏകദേശം ഒരു 15 അതായത് ഒരു 20 ദിവസം കൂടി മാത്രമൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിച്ച് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നീട് ആ ഒരു സമയത്ത് പഠിച്ചിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ പിന്നീട് കൂടുതൽ പഠിച്ചാൽ മാർക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് +2 ജസ്റ്റ് പാസിന് ജയിച്ചിട്ട് പിന്നീട് ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. പിന്നീട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നീട് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിയിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.